മലയാള സിനിമയിൽ സംഭവിച്ച ഏറ്റവും നല്ല മാറ്റമാണ് മമ്മൂട്ടിയുടെ സിനിമകളും കഥാപാത്രങ്ങളും. മമ്മൂട്ടിയെ പോലെ ഒരു നടൻ തുടരെ പരീക്ഷണ സിനിമകൾ ചെയ്യുന്നത് വലിയ പ്രചോദനമാണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം ഏറ്റവും അധികമുള്ള ഈ കേരളത്തിലല്ലാതെ മറ്റെവിടെ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുമെന്നുമാണ് നടൻ വിനയ് ഫോർട്ട് പറയുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വിനയ് ഫോർട്ട് സംസാരിച്ചത്. അടുത്തിടെ ആട്ടം എന്ന സിനിമയിലൂടെ പ്രേക്ഷകരെ ഒന്നാകെ അമ്പരപ്പിച്ച വിനയ് ഫോർട്ട് നടൻ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളെയും സിനിമകളെയും കുറിച്ചാണ് വിനയ് ഫോർട്ട് ഈ അഭിമുഖത്തിൽ സംസാരിച്ചത്. മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും നല്ല കാര്യം മമ്മൂട്ടിയുടെ സിനിമകളും കഥാപാത്രങ്ങളും ഒക്കെയാണെന്നാണ് വിനയ് ഫോർട്ട് പറയുന്നത്. മമ്മൂട്ടിയെ പോലെ ഒരു മെഗാസ്റ്റാർ ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ അത് തന്നെ പോലെയുള്ള സാധാരണക്കാരന്റെ പ്രതീക്ഷയാണെന്നും വിനയ് ഫോർട്ട് കൂട്ടിച്ചേർത്തു. മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമീകം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടാണ് വിനയ് ഫോർട്ട് ഇങ്ങനൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ഇത്തരം കഥാപാത്രങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രചോദനമാകുന്നുണ്ടോ എന്ന ചോദ്യത്തിനായിരുന്നു വിനയ് ഫോർട്ടിന്റെ മറുപടി. മമ്മൂട്ടി ചെയ്യാനുള്ളത് മുഴുവനും ചെയ്തു കഴിഞ്ഞുവെന്നും എന്നിട്ടും ഈ വയസ്സിൽ പുള്ളി പുതിയ തരം സിനിമകളും കഥാപാത്രങ്ങളും ചെയ്യുകയാണെന്നും വിനയ് ഫോർട്ട് പറയുന്നു. തന്റെ പ്രായത്തിലുള്ള അഭിനേതാക്കൾ ഈ കഥാപാത്രം ചെയ്തു കഴിഞ്ഞാൽ തന്റെ ഇമേജിനെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കുന്ന സമയത്താണ് അത്തരം കഥാപാത്രങ്ങൾ പുള്ളി പുറംകാലിന് അടിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മലയാള സിനിമയിൽ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും നല്ലൊരു കാര്യം മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്ന സിനിമകളും കഥാപാത്രങ്ങളുമാണെന്നും തന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് ഭയങ്കര പ്രചോദനം നൽകുന്ന കാര്യമാണ് അത് എന്നുമായിരുന്നു വിനയ് ഫോർട്ടിന്റെ വാക്കുകൾ. ഡോൺ പാലത്തറ സംവിധാനം ചെയ്ത ഫാമിലിയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞപ്പോൾ IFFK സ്ക്രീനിങ്ങിന് ശേഷം തന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊരു ഡാർക്ക് കഥാപാത്രം ചെയ്യുവാൻ എന്തായിരുന്നു മോട്ടിവേഷൻ എന്ന്. താൻ വർക്ക് ചെയ്യുന്നത് മലയാളം ഇൻഡസ്ട്രിയിലാണെന്നും നമ്മുടെയൊക്കെ തലതൊട്ടപ്പന അല്ലെങ്കിൽ കാർന്നൂർ എന്ന് പറയുന്ന ആള് ഇതിനേക്കാൾ 100 മടങ്ങ് ചെയ്ത് കഴിഞ്ഞുവെന്നുമാണ് വിനയ് ഫോർട്ട് അന്ന് നൽകിയ മറുപടിയെന്നും പറയുന്നുണ്ട്. ഒരു ജഡ്ജ്മെന്റിനെയും പേടിക്കാതെ അവയെ പുള്ളി പുറംകാലിന് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലെയുള്ള ആൾക്ക് എന്തും ചെയ്യാമെന്നാണ് താൻ പറഞ്ഞതെന്നാണ് വിനയ് ഫോർട്ട് അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. ആനന്ദ് തികർച്ചി സംവിധാനം ചെയ്ത ആട്ടം കണ്ടിട്ട് മമ്മൂട്ടി നല്ല അഭിപ്രായം പറഞ്ഞുവെന്നും സിനിമ കാണണമെന്ന് പറയാനായി മമ്മൂട്ടിയെ കാണാൻ പോയ കഥയും അഭിമുഖത്തിൽ വിനയ് ഫോർട്ട് പറയുന്നുണ്ട്. ടർബോയുടെ സെറ്റിൽ വെച്ചുള്ള സംഭവമാണ് വിനയ് പറയുന്നത്. ആ സമയത്ത് ഫൈറ്റ് സീനൊക്കെ ചെയ്ത് മമ്മൂട്ടിയുടെ കൈയൊക്കെ മുറിഞ്ഞിരിക്കുമായിരുന്നുവെന്നും വിനയ് ഫോർട്ട് ഓർമ്മിക്കുന്നു. തുടർച്ചയായി 25 ദിവസമൊക്കെ ഫൈറ്റ് സീനൊക്കെ ചെയ്തിട്ടും ആ ദിവസം തന്നെ മമ്മൂട്ടി ആട്ടം കാണുകയും പിറ്റേ ദിവസം തന്നെ വിളിച്ച് അഭിപ്രായം പറയുകയും ചെയ്തുവെന്ന് വിനയ് ഫോർട്ട് പറയുന്നുണ്ട്. സാധാരണ നടന്മാർ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ അതേ പടത്തിന് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നും അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് മമ്മൂട്ടി എന്നും വിനയ് ഫോർട്ട് കൂട്ടിച്ചേർത്തു. ആട്ടം കണ്ട ശേഷം പറഞ്ഞ മമ്മൂട്ടിയുടെ അഭിപ്രായവും സിനിമയ്ക്ക് നല്ല പ്രൊമോഷൻ നൽകിയെന്നും വിനയ് ഫോർട്ട് വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.